അബ്സല്യൂട്ട്ലി അൺബിലീവബിൾ. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല സാർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറ്റവാളിയായ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ പൊളിക്കാൻ പറ്റും? ഐ കനോട്ട് അലൗ ദിസ്. ഒരുപക്ഷെ അയാൾ പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ? സർ, അതുകൊണ്ട് ഫോഴ്സിനുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളും ഞാൻ നികത്തിക്കൊള്ളാം. ആ പോലീസ് സ്റ്റേഷൻ പഴയ പോലെ ആക്കി തരാം. ഗീത, കാശ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഓൾറെഡി ഈ കേസിൽ പോലീസ് കുറെ നാണം കെട്ടതാ. ഇനി ഒരിക്കൽ കൂടി അതും ഒരു പോലീസ് സ്റ്റേഷൻ പൊളിച്ച്. സാർ, സ്റ്റേഷൻ അങ്ങനെ ഫുള്ളായിട്ട് പൊളിക്കൊന്നും വേണ്ട. ആ തറയൊന്ന് കുഴിച്ചു നോക്കിയാൽ മതി. ഞാൻ എൻ്റെ കോൺട്രാക്ടറോട് സംസാരിച്ചിരുന്നു. ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ തന്നെയാണ് എൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സമ്മതിച്ചു. നമ്മൾ കുഴിച്ചു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ദാറ്റ്സ് വാട്ട് വറീസ് മീ. അങ്ങനെ സംഭവിച്ചാൽ പൊളിറ്റിക്കലിയും കുറെ പ്രശ്നങ്ങളുണ്ടാവും. കിട്ടും സാർ, അത് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാർ, ജോർജ് കുട്ടിയുടെ ജീപ്പ് അതുവഴി പോകുന്ന കണ്ട നെയ്ബേഴ്സ് ഉണ്ട്. അത് വെച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മൊഴിക്ക് വിശ്വാസത ഉണ്ട് സാർ. സാർ, യു ക്യാൻ ട്രസ്റ്റ് മീ ഹിയർ. ഈ കേസിൽ ഇതുവരെ നമുക്കുണ്ടായ സകല മാനക്കേടും ഇതോടെ തീരും. ഓക്കെ, ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. ഓഫ് കോഴ്സ്. പിന്നൊരു കാര്യം, മീഡിയ അറിയാതെ രഹസ്യമായിട്ട് വേണം അത് ചെയ്യാൻ. യെസ് സാർ. ഞാൻ പറയുന്നത് തോമസിന് മനസ്സിലാവുന്നുണ്ടല്ലോ? സാർ, വളരെ സീക്രട്ടീവായിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ. കൂടുതൽ ആളെ വെച്ച് പറ്റുമെങ്കിൽ 1-2 ദിവസം കൊണ്ട് പണി തീർക്കണം. ആസ് പെർ റൂൾസ് DYSP റാങ്കിലുള്ള ഒരാൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. മഹസർ തയ്യാറാക്കേണ്ടത് RDOയോ തഹസിൽദാരോ ആയിരിക്കണം. സ്കെലറ്റൻ അവിടുന്ന് കിട്ടിയാൽ ഫോറൻസിക്കാർ അത് അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ ആ റിപ്പോർട്ട് കൈക്കലാക്കണം. വൺസ് ആ റിപ്പോർട്ട് കിട്ടിയാൽ DNA ടെസ്റ്റിനായിട്ട് കോടതിയെ സമീപിക്കണം. സർ, എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ എ ഫാസ്റ്റ് ആൻഡ് ഇൻ എ ലീഗലി സൗണ്ട് മാനർ. മീഡിയ അറിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ സൈഡ് സ്ട്രോങ് ആയിരിക്കണം. സർ, അതവിടെ ഉണ്ടാവുമെന്ന് സാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലേ? യെസ്, ഇത്തവണ നമുക്ക് പഴിക്കില്ല.